ടാറ്റു ചെയ്തവർ 1 വർഷത്തിന് ശേഷം മാത്രം രക്തം ഡൊണേറ്റ് ചെയ്യുക എന്നൊരു ഗൈഡ് ലൈൻസ് നിലവിലുണ്ട്. പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് ദാനം ചെയ്യാനുള്ളൊരു പ്രക്രിയയും കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഇതിന് എഫറസിസ് എന്നാണ് പറയുക. ഒരു ജീവൻ രക്ഷിക്കാൻ രക്തദാനം പോലെ എളുപ്പവും സുരക്ഷിതവുമായ മറ്റൊരു മാർഗമില്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ വീണ ഷെനോയ്, അമൃത ഹോസ്പിറ്റൽ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ മേധാവിയാണ്. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എല്ലാ കൊല്ലവും ജൂൺ 14 ലോക രക്തദാന ദിനം ആചരിക്കുന്നത്. ഇത്തവണത്തെ സന്ദേശം രക്തം നൽകൂ, പ്രതീക്ഷ നൽകൂ, നമുക്കൊരുമിച്ച് ജീവൻ രക്ഷിക്കാം. രക്തദാനം നമുക്ക് വളരെ സുരക്ഷിതമായി ചെയ്യാവുന്നതാണ്. പലരും പേടിക്കുന്നത് രക്തദാനത്തിന് ശേഷം ഞങ്ങൾക്ക് തളർച്ച ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്താണ്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവിൻ്റെ 10% താഴെ മാത്രമാണ് ഓരോ സമയത്തും രക്തദാനത്തിലൂടെ നമ്മൾ നൽകുന്നത്. ഇത് 350 ml 450 ml ആയിരിക്കാം. ഇത് ദാതാവിൻ്റെ ശരീരഭാരത്തിനനുസരിച്ചാണ് എടുക്കുന്നത്. രക്തദാനത്തിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ ദാനം നൽകിയ അളവ് തിരിച്ച് ഉൽപ്പാദിക്കപ്പെടുന്നു. പക്ഷേ കോശങ്ങൾ ഉൽപ്പാദിച്ചു വരാൻ കുറച്ച് ആഴ്ചകളെടുക്കും. അതിനാൽ 3 മാസത്തിൻ്റെ കാലയളവിലാണ് രക്തദാനം ചെയ്യാൻ സാധിക്കുക. ഇത് സ്ത്രീകളിൽ 4 മാസം ആണ്. രക്തദാനം ചെയ്യുന്നതിലൂടെ ബ്ലഡ് ഡോണേഴ്സിന് ഒരു ഇൻഫെക്ഷൻ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്പോസിബിളായ അണുവിമുക്തമാക്കിയിട്ടുള്ള ബാഗുകളാണ്. ഈ രക്തം കളക്ട് ചെയ്തതിന് ശേഷം നിരവധി ടെസ്റ്റുകളിലൂടെ പോകുന്നു. പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് ബി, സി, HIV, മലേറിയ, സിഫിലിസ് തുടങ്ങിയ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. നൂതനമായ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് സുരക്ഷിതമായ രക്തം രോഗികൾക്ക് നൽകുന്നത്. ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് ഏതെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും ആ രക്തം ഉപയോഗിക്കാതിരിക്കാനും രക്തബാങ്കുകൾക്ക് സാധിക്കുന്നു. ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനുള്ളൊരു ദാതാക്കളെ രക്തബാങ്കിൽ നിന്ന് വിളിച്ച് അറിയിക്കുകയും അവർക്ക് ആ രോഗത്തിൻ്റെ ചികിത്സ വളരെ നേരത്തെ തന്നെ തുടങ്ങാനും സാധിക്കുന്നു. ഓരോ യൂണിറ്റ് രക്തവും ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഹോൾ ബ്ലഡ് എന്നാണ് പറയുക. ഈ ഹോൾ ബ്ലഡിനെ രക്തബാങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് 3 കോമ്പണൻസ് ആയിട്ട് തിരിക്കുന്നു. RBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നുള്ളവയാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് രോഗിക്ക് ഏതാണോ ആവശ്യം അത് മാത്രം നൽകാൻ സാധിക്കും. അതായത് അനീമിയ ഉള്ളൊരു രോഗിക്ക് RBC മാത്രം കൊടുത്താൽ മതിയാകും. അതുപോലെ ഡെങ്കിപ്പനിയുള്ള ഒരു പേഷ്യൻറ്റിന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാകും. അതുകൊണ്ട് ആവശ്യമുള്ള രോഗിക്ക് കൃത്യമായ അളവിൽ ഈ കോമ്പണൻസ് സെപ്പറേഷൻ കാരണം നമുക്ക് കോമ്പണൻസ് കൊടുക്കാൻ സാധിക്കും. 18-നും 60-നും ഇടയിൽ പ്രായം ഉള്ള ഏതൊരാൾക്കും രക്തം നൽകാം. ആരോഗ്യവാനായിരിക്കണം. ഹീമോഗ്ലോബിൻ 12.5 ഗ്രാമിൽ കൂടുതലുണ്ടായിരിക്കണം. വെയ്റ്റ് 45 കിലോഗ്രാമിൽ കൂടുതലുണ്ടായിരിക്കണം. രക്തദാനം ചെയ്യുന്ന ദിവസം നന്നായി ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. കൃത്യമായി ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരിക്കണം. ഇത് കൂടാതെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ടെങ്കിലോ വാക്സിൻസ് എടുത്തിട്ടുണ്ടെങ്കിലോ ചെറിയൊരു താൽക്കാലികമായൊരു കാലാവധിയുണ്ട്. അതിന് ശേഷം മാത്രമേ രക്തം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ചില രോഗങ്ങൾ, ഹൃദ്രോഗം, ക്യാൻസർ, ബ്ലീഡിംഗ് ഡിസോർഡർ ഇതൊക്കെ ഉണ്ടെങ്കിൽ രക്തദാനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. ടാറ്റു ചെയ്തവർ 1 വർഷത്തിന് ശേഷം മാത്രം രക്തം ഡൊണേറ്റ് ചെയ്യുക എന്നൊരു ഗൈഡ് ലൈൻസ് നിലവിലുണ്ട്. അതിൻ്റെ ഉദ്ദേശം റീയൂസ് ചെയ്ത എന്തെങ്കിലും ഒരു നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ടാറ്റു ചെയ്തതെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പല ഇൻഫെക്ഷൻസും പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ്റെ റിസ്ക് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ടാറ്റു ചെയ്തവർ 1 ഇയറിന് ശേഷം മാത്രം ഡൊണേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് രക്തത്തിലുള്ളൊരു ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് ദാനം ചെയ്യാനുള്ളൊരു പ്രക്രിയയും കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഇതിന് എഫറസിസ് എന്നാണ് പറയുക. പ്ലേറ്റ്ലെറ്റ് എഫറസിസ് എന്ന് വിളിക്കാം. ഇത് ഒരു ഓട്ടോമേറ്റഡ് മെഷീൻ്റെ സഹായത്തോടു കൂടി പ്ലേറ്റ്ലെറ്റ് മാത്രം ദാതാവിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ബാക്കിയുള്ള ഘടകങ്ങൾ അപ്പോൾ തന്നെ തിരിച്ചു നൽകുന്ന ഒരു സേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. സാധാരണയായി ഹോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്ലേറ്റ്ലെറ്റ്സിനേക്കാളും ഗുണമേന്മയുള്ളതായിട്ടാണ് എഫറസിസ് പ്ലേറ്റ്ലെറ്റിനെ കണക്കാക്കുന്നത്. 6 ദാതാക്കൾ ഡൊണേറ്റ് ചെയ്തതിന് ശേഷം വേർതിരിച്ചെടുക്കുന്ന പ്ലേറ്റ്ലെറ്റിന് പകരമായി ഒരു ആൾക്ക് എഫറസിസ് ദാനത്തിലൂടെ സുരക്ഷിതമായി പ്ലേറ്റ്ലെറ്റ്സ് നൽകാൻ സാധിക്കും. ഡെങ്കിപ്പനി പോലെയുള്ള പ്ലേറ്റ്ലെറ്റിൻ്റെ ഷോർട്ടേജ് അനുഭവിക്കുന്ന അവസരങ്ങളിൽ സാധാരണ ഡൊണേഷനേക്കാളും, അതായത് ഹോൾ ബ്ലഡ് ഡൊണേഷനേക്കാളും വളരെ ബെറ്റർ ആയിരിക്കുക എഫറസിസ് വഴി പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യുന്നതായിരിക്കും. രക്തം ദാനം ചെയ്യുന്നതുകൊണ്ട് ദാതാക്കൾക്കും ഗുണങ്ങളുണ്ട്.
ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു, ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നു, പുതിയ രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൂടാതെ നമ്മൾ കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷവും സംതൃപ്തിയുമാണ് ഏറ്റവും വലിയ ഗുണം. ഒരു ജീവൻ രക്ഷിക്കാൻ രക്തദാനം പോലെ എളുപ്പവും സുരക്ഷിതവുമായ മറ്റൊരു മാർഗമില്ല. ഇതിനാൽ തന്നെ യുവതലമുറയിൽ എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണം.